ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീന്റെ 35ാമത്തെ ക്ലാസ്. ആടുമേക്കുകാര് പാദരക്ഷ ധരിക്കാൻ കഴിവില്ലാത്തവർ നഗ്നന്മാർ. ഇവരൊക്കെ എന്തു ചെയ്യും? യതതാവലൂന ഫിൽ ബുൻയാനി, കെട്ടിടങ്ങൾ അവർ നീട്ടി വലുതാക്കി ഉണ്ടാക്കും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. യതതാവലൂന ഫിൽ ബുൻയാനി എന്ന് പറയുമ്പോൾ അപ്പൊ കെട്ടിടങ്ങൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, 2 നില 3 നില കെട്ടിടങ്ങൾ, ഇങ്ങനെ വലിയ 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 കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ നിങ്ങൾ അവസാന നാളിൽ കാണാൻ കഴിയും. യതതാവലൂന ഫിൽ ബുൻയാനി എന്ന് പറഞ്ഞ ഇത് കിനായത്തുൻ അൻ കൗലിൽ അസാഫിലി യസീറൂന മുലൂക്കൻ ഔക്കൽ മുലൂക്കി. ഒരുപാട് പാവപ്പെട്ട ആളുകൾ, താഴ്ന്ന ആളുകൾ രാജാക്കന്മാരാവുക, അല്ലെങ്കിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കുക, ഇങ്ങനെ ഉണ്ടാവുക എന്നതിന് തൊട്ട് മറച്ചു പറയുന്ന പദമാണ് യതതാവലൂന ഫിൽ ബുൻയാനി എന്ന്. അപ്പോ താഴ്ന്ന് പാവപ്പെട്ട് ജീവിച്ച ആളുകളൊക്കെ ഉന്നതന്മാരായ നിലയിൽ എത്തും. ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ്. അതായത് അഖിലൽ ബാദിയത്തി അൽ ഗാലിബ, അഖിലൽ ബാദിയത്തി അൽ ഗാലിബി അലൈഹിമുൽ ഫഖർ വഅസ്ബഅഹും മിൻ അഖിൽ ഹാജത്തി വൽ ഫാഖത്തി. പറഞ്ഞതിന്റെ അർത്ഥം, ഗ്രാമീണവാസികളായ ആളുകൾ അവർക്ക് ദരിദ്രം നല്ലോണം ഉണ്ടാവും. അങ്ങനെ പാവപ്പെട്ടവരായ അതുപോലെയുള്ള ദാരിദ്ര്യം പിടിച്ച ആളുകളൊക്കെ അവസാനം നിങ്ങൾ എങ്ങനെ കാണുന്നറിയാം? കത് മലക്കു അഖിൽ ഹാദിറ ബിൽ ഖഹരി വൽ ഗലബ, വിജയിച്ചടക്കിക്കൊണ്ടും അടക്കി ഭരിച്ചുകൊണ്ടും നാട്ടിലുള്ള ആളുകൾക്കുള്ള അധികാരികളായവർ മാറും. ഇന്ന് ധാരാളം നമ്മളത് കാണുന്നുമുണ്ടല്ലോ. ഇന്നലെ വരെ പാവപ്പെട്ടവരായി ഇന്ന് അധികാരത്തിൽ എത്തിയിട്ട് നമ്മളൊക്കെ അടക്കി ഭരിക്കല്ലേ. ഇതൊക്കെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ്. ഇപ്പൊ കസുറത്ത് അന്മാരും അങ്ങനെ അവർ തീരെ സ്വത്തില്ലാത്തവരായിരുന്നു. ഇപ്പൊ സ്വത്ത് അവർക്ക് കൂടി കൂടി കോടികളായി മാറി. ആമാലും അങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ അവർക്കുള്ള കൊതികൾ വളരെ വിശാലമായി. അങ്ങനെ ദുനിയാവിനെ വെട്ടിപ്പിടിക്കുവാനുള്ള സമരങ്ങളും രാജാക്കന്മാരുമായി അവർ വാഴും. ഹിമമുഹും ഇലാ തസ്ദീദിൽ മബാനി, അങ്ങനെ അവർക്കുള്ളതായ ഉദ്ദേശങ്ങളും കരുത്തുകളും എവിടേക്ക് നീങ്ങും? കെട്ടിടങ്ങൾ ശക്തമാക്കണം, നല്ല നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കണം എന്നതിലേക്ക് അവരെ മനക്കരുത്തുകളും മനസ്സുകളൊക്കെ ചിഹ്നിച്ചിതറും. വഹദിമി അർക്കാന് ദീനി, ദീനിന്റെ തൂണുകൾ മുഴുവൻ പൊളിച്ച് വലിച്ചെറിയണം. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാത്തിഹ സൂറത്ത് പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളെ കൊണ്ട് അമൽ ചെയ്യാതിരിക്കൽ കൊണ്ട് ദീനെ നശിപ്പിക്കണം. അപ്പൊ ദീൻ നശിക്കാൻ പറ്റുന്ന എല്ലാ പണിയും അവർ ചെയ്യും. കെട്ടിടങ്ങൾ വലുതാക്കി ഉണ്ടാക്കും. സ്വത്തുക്കൾ വളരെ കുന്നുകൂടി അവർ സമ്പന്നന്മാരാകും. ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വർത്തമാനകാലം ഇഷ്ടംപോലെ നമുക്കറിയാമല്ലോ. 14 നൂറ്റാണ്ട് മുമ്പ് നുബുവത്തിന്റെ വചനമാണ് ഈ പറഞ്ഞത് ഇന്നും പിറന്നുകൊണ്ടിരിക്കുന്നത്. അക്കാരണം കൊണ്ടല്ലേ സ്വഹാദിൽ സയ്യായി വന്നിട്ടുണ്ടല്ലോ, ലാ തഖൂമു സ്സാഅത്തു, അന്ത്യനാളുണ്ടാവുകയില്ല, ഹത്താ യകൂന അസ്അദുന്നാസി ബിദ്ദുനിയ, ദുനിയാവ് കൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജയിച്ച ഒരാള് ലകഅബിന ലകഅ എന്ന് പറയുന്ന ആളുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഐ ലഈമ ബിൻ ലഈമ്, കുരുത്തം കെട്ടവന്റെ കുരുത്തം കെട്ട മകൻ. അപ്പൊ ഈ ലോകത്ത് ഏറ്റവും വലിയൊരു സമ്പന്നനായി വരിക കുരുത്തം കെട്ടവനായിരിക്കും. അപ്പോഴേ ലോകം അവസാനം ഉണ്ടാവുള്ളൂ എന്നാണ്. അത്രത്തോളം ലോകം നശിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഇതാ ഹദീസ് സഹിയായി വന്ന് കാണാം. മിൻ അസ്റാത്തി സ്സാഅത്തി, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ത്? അൻ തൂലൽ അഖിയാറു വ തുർഫഅൽ അസ്റാറു, ഉന്നതന്മാരായ ആളുകളെ വളരെ താഴ്ത്തും, വളരെ നിസാരമായി കാണുക. നാശകാരികളായ ആളുകളെ ഉയർത്തപ്പെടും. അതാണല്ലോ ഇന്ന് കാണുന്നത്. അപ്പൊ നാശകാരികളായ ആളുകൾ ഉന്നതന്മാരായി വാഴുകയും നല്ല നല്ല ആളുകൾ, അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഈ ദുനിയാവിൽ അവസാന കാലത്ത് വളരെ താഴ്ന്നവരായി കാണപ്പെടുകയും ചെയ്യും. അങ്ങനെ എത്ര വളരെ ചരിത്രം കാണാൻ കഴിയും. ഒക്കെ അനുപരിസ്ഥന്മാരാണ് ഇന്ന് നമുക്ക്. ഇന്ന് ഭരണകൂടങ്ങളിലും മഹല്ല് ഭരണങ്ങളിലും സംഘടനാ ഭരണങ്ങളിലും ഏത് ഭരണത്തിൽ നോക്കിയാലും അവിടൊക്കെ തെറ്റുകാരാണ് ഉയർന്നു കാണുക. നല്ല നല്ല ആളുകളൊക്കെ പുറകോട്ട് പോവുകയാണ്. അവരെ ആർക്കും വേണ്ട, ശ്രദ്ധിക്കപ്പെടുന്നുമില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ലോകാവസാന അടയാളമാണ്.
ഫഖദ് ബാലഗ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റിവായത്തിൻ ഫീ തഖീരിഹിം. അവരെ നിസ്സാരപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു റിപ്പോർട്ടിലായിട്ട് നബി തങ്ങൾ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. വസവവും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാശകാരികളായ ആളുകളെ കുറിച്ച് പറയുന്നു, ബി അന്നഹും സുമ്മും ബുക്കുമുൻ, അവര് ചെവിപൊട്ടന്മാരാണ്, ബധിരന്മാരാണ്, മൂഹിതന്മാരാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഐ ജഹലത്തുർ റആഇ, ഭരണാധികാരികളായ വിവരദോഷികളാണ് അവർ. അവർ ഭരണം ഭരിക്കും, ഒരു വിവരം അവർക്ക് ഉണ്ടാവൂല. ലം യസ്തഅമിലു അസ്മാഅഹും വലാ അൽസിനതുഹും ബിഇൽമി വനഅബിഹി മിൻ അംരി ദീനിഹിം. ഈ രാജാക്കന്മാരായി വാഴുന്ന ആളുകൾ അവരുടെ കാതുകളെയോ അവർ നാക്കുകളെയോ അവർ എന്താവുകയില്ല, ദീനിന്റെ വിജ്ഞാനങ്ങളിലോ അതുപോലെയുള്ള കാര്യങ്ങളിലോ അവർ ഒന്നും ഉപയോഗപ്പെടുത്തൂല. എന്ന് പറഞ്ഞാൽ അവർക്ക് ദീനിന്റെ കാര്യം ഒരു ശ്രദ്ധയുണ്ടാവൂല. ദീൻ എങ്ങനെയും കൈക്കോട്ടെ, പൊളിഞ്ഞു പോയിക്കോട്ടെ, നശിച്ചു പോയിക്കോട്ടെ എന്നിടത്ത് അവരുണ്ടാവുകയുള്ളൂ. അപ്പൊ അതാണ് അവരുടെ ഭരണകൂലം. വലിയ ആദിമി ഹുസൂരി സംരത്തെ ലിസാനി, നാവ്, ചെവി. അപ്പോ ശ്രവണഗുണം അതുപോലെ തന്നെ സംസാരശേഷിക്കുള്ള നാവ്, ഇത് രണ്ടിന്റെയും ഫലം എന്താണോ അത് കരസ്ഥമാവൽ ഇല്ലാത്തത് കൊണ്ട്, അത് രണ്ടുമില്ല. നല്ല വഴിക്കാണല്ലോ ചെവി ഉപയോഗപ്പെടുത്തേണ്ടതും നാവിനെ ഉപയോഗപ്പെടുത്തേണ്ടതും. അപ്പൊ അതിന്റെ രണ്ട് ഫലങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സാറു കാനും അദബൂഹുമ, അപ്പോൾ അവർ എന്തായെന്നറിയാമോ, ചെവിയെയും നാവിനെയും അവർ ഇല്ലാതെയാക്കിയവരെ പോലെയായി. അതുകൊണ്ടാണ് പൊട്ടന്മാരും ബധിരന്മാരും മൂഹന്മാരും എന്നൊക്കെ പറയുന്നത്. അപ്പം തമ്മ അക്കാരണം കൊണ്ട് തന്നെയല്ലേ ചെവി ഉണ്ടായിട്ടും നാവുണ്ടായിട്ടും ഒക്കെ നല്ല രൂപത്തിൽ ആവാത്തത് കൊണ്ട് അല്ലാഹു തആല ഈ അഖീം, ഇങ്ങനെ സത്യം കേൾക്കാതെ മനസ്സിലാക്കാതെ പറയാതെ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി അല്ലാഹു പറഞ്ഞത് ഖുർആനിലൂടെ, ഉലൈക കൽഅൻആമി ബൽ ഹും അളൽ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആമി ബൽ ഹും അളൽ. ഖുർആൻ പറഞ്ഞില്ലേ, അവർ നാൽക്കാലികളെ പോലെയാണ് എന്നല്ല, അതിനേക്കാളും അതപ്പതിച്ചവരും പിഴച്ചവരും തെറ്റിയവരുമാകുന്നു ഈ വിഭാഗം എന്ന ഖീല പറയപ്പെടുകയുണ്ടായി. ഈ ഹദീസിലുണ്ട് ദലീലുൽ ലികറാഅത്തി തത്വീരിൽ ബിനാ, കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കൽ കറാഹത്താണ് എന്നതിലേക്ക് ഈ ഹദീസിൽ ദലീലുണ്ട് എന്ന് ഖീല. വഫീയത്തിലാഖി, അങ്ങനെ കെട്ടിടങ്ങളെ വലുതാക്കി ഉണ്ടാക്കൽ കറാഹത്താണ് എന്ന് മുഖയ്യദാക്കാതെ വെറും ഒരു മുത്തലാഖാക്കി പറയുന്നതിലുണ്ട്. നദർ ഒന്ന് ആലോചിക്കാറുണ്ട്. ബലിൽ വജ്ഹു, എന്നാൽ വജ്ഹ് തഖീദുൽ കറാഹത്തി, കറാഹത്തിനെ കൈത് കൊടുക്കണം. ഈ സുല്ലിമത്ത്, ഈ ഹദീസിൽ കെട്ടിടങ്ങൾ വലുതാക്കി ഉണ്ടാക്കൽ കറാഹത്താണ് എന്നുണ്ടെങ്കിൽ, അത് സമ്മതിക്കപ്പെടുകയാണ് എങ്കിൽ കറാഹത്ത് മുത്തലഖാക്കാൻ പറ്റുകയില്ല. അവിടെ കൈത് കൊടുക്കേണ്ടതുണ്ട്. എന്തിനാ കൈത് കൊടുക്കുന്നത്? ലിമായത്തി, ശേഷം വരുന്ന ഒന്നിനു വേണ്ടിയിട്ട്. ലാലിഹാദ, അല്ലെങ്കിൽ ഈ ഹദീസിന് വേണ്ടിയിട്ടല്ല, ശേഷം വരുന്ന ഒന്നുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ കറാഹത്തിന് കൈത് കൊടുക്കണം, അല്ലാതെ ഹദീസിനുള്ളത് കൊണ്ടല്ല. ഫഖദ് മറ, നിശ്ചയം കഴിഞ്ഞു പോയി, അന്ന ജഅല ശൈഇ മിൻ അമാറാത്തി സആത്തി ലാ യഖ്തലി ദംബഹു, ഒരു വസ്തു അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി ആക്കുമ്പോൾ അടയാളത്തിൽപ്പെട്ടതായതുകൊണ്ട് അത് മോശമാണ് എന്ന് തേടൂല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകാവസാന അടയാളത്തിൽപ്പെട്ടതൊക്കെ മോശം എന്നല്ല. പക്ഷേ എന്നാ പിന്നെന്ത് വേണം? അങ്ങനെ വരുമ്പോൾ ഇവിടെ കറാത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് കൈത് കൊടുക്കണം. ബിമാ, ഒന്നുകൊണ്ട്. അങ്ങനത്തെ ഒന്നുകൊണ്ട് ലാ തദൂൽ ഹാജത്തു ഇലൈഹി, അങ്ങനെ കെട്ടിടങ്ങൾ വലുതാക്കി ഉണ്ടാക്കലിലേക്ക് ആവശ്യം ക്ഷണിക്കുന്നില്ല, ആവശ്യമില്ല. ആവശ്യമില്ലാത്ത രീതി വെറുതെ ഉണ്ടാക്കുകയാണെങ്കിൽ കറാത്ത്, ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല. വഅലൈഹി യുഹ്മലു ഖബറു യുജർ ബിൻ ആദമ അലാ കുല്ലി ഷൈഇൻ ഇല്ലാ മാ യളഹു ഫീ ആദ തുറാബ്, ആവശ്യമില്ലാതെ കെട്ടിടമുണ്ടാക്കൽ കറാഹത്താണ് എന്നതിന്റെ പേരിൽ റസൂലുള്ള പറഞ്ഞ ഹദീസിന് ചുമത്തപ്പെടും. അതായത് നബി പറഞ്ഞതെന്താ? യുജർ ബിൻ ആദമ അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെ മേലും മനുഷ്യന്മാർക്ക് കൂലി നൽകപ്പെടും. ഇല്ലാ മാ യളഹു ഫീ ആദ തുറാബി, ഈ ഭൂമിയിൽ അവൻ വെക്കുന്നൊരു കാര്യത്തിലൊഴികെ. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ എന്തൊക്കെയോ ഭൂമിയിൽ ഉണ്ടാക്കി തീർക്കുന്നു, അതിന് കൂലിയില്ല. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കെട്ടിടം ഉണ്ടാക്കുക, വലുതാക്കുക.
ആവശ്യമില്ലാതെ കെട്ടിടം വലുതാക്കരുത്. അപ്പൊ 2 നില കെട്ടിടം ആവശ്യമുണ്ടോ? ഉണ്ടാക്കിക്കോ. 3 നില വേണോ? ഉണ്ടാക്കിക്കോ. 4 റൂം വേണോ? ഉണ്ടാക്കിക്കോ. പക്ഷേ അതൊക്കെ ആവശ്യമാണ്. ആവശ്യമില്ലാതെ വെറുതെ ഉണ്ടാക്കാൻ എന്താണ്? പറ്റൂല. അത് കറാഹത്താണ്. അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊക്കെ ഈ പറയുക ചുമത്തപ്പെടുമെന്നർത്ഥം. എന്താണ്? നബി തങ്ങൾ ഖറജ, നബി തങ്ങൾ പുറത്തുപോയി. ഫറഅ ഖുബ്ബത്തൻ മുശ്രിഫത്തൻ, അങ്ങനെ ഉയർന്നു നിൽക്കുന്നതായ ഒരു കുബ്ബ കണ്ടു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാദി, ഇതെന്ത് കുബ്ബയാണെന്ന് ചോദിച്ചു. ഖാലു, അപ്പോൾ സ്വഹാബത്ത് പറയുകയുണ്ടായി, ആദിഹി റജുലു മിനൽ അൻസാരി, നബിയെ അൻസാരിക്കാരിൽപ്പെട്ട ഒരാൾക്കുള്ള വലിയൊരു കെട്ടിടമാണ് ഇത് പറഞ്ഞു. ഫജാഅ, അങ്ങനെ അയാൾ വന്നു. വന്നിട്ട് വസല്ലമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സ്വഹാബി വന്നിട്ട് നബിയോട് സലാം പറഞ്ഞു. ഫഅറദാൻഹു, നബി തങ്ങൾ സലാം അടക്കം തിരിഞ്ഞു കളഞ്ഞു. ഫഅലദാലിക മിറാർ, പല പ്രാവശ്യവും നബി തങ്ങളോട് ഈ സ്വഹാബി ചെയ്തപ്പോ നബി ഇങ്ങനെ ചെയ്തു. അപ്പൊ അയാൾക്ക് മനസ്സിലായി നബിക്ക് ഇഷ്ടമില്ല. ഫഅദമഹർ റജുലു, അങ്ങനെ അൻസാരിയായ ആ ആള് പോയിട്ട് താൻ ഉണ്ടാക്കിയതായിരിക്കുന്ന ആ കെട്ടിടം പൊളിച്ചു മാറ്റി. എന്താ പൊളിച്ചു മാറ്റാൻ കാരണം? ആ കെട്ടിടം അനാവശ്യമാണ്, ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, അനാവശ്യത്തിനാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അതിമേൽ ചുമത്തപ്പെടും എന്ന് പറഞ്ഞത്. പിന്നെ തൊബ്രാനി, ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, കുല്ലു ബിനാഇൻ, എല്ലാ കെട്ടിടങ്ങളും എന്ന് പറഞ്ഞു. എന്നിട്ട് അശാറ ബിയദിഹി ഹാക്കദ അലാ റഅസിഹി, അതായത് നബി തങ്ങൾ ചൂണ്ടി അവിടുത്തെ കൈ കൊണ്ട് തലയുടെ മുകളിൽ വെച്ചിട്ട് ഹാക്കഥ, ഇപ്രകാരം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കെട്ടിടങ്ങളും അക്സറു മിൻ ഹാദ, ഇതിനേക്കാൾ അത് അധികമാണ്, ഫഹുവ വബാറുൻ, അത് മുസീബത്താണ് എന്ന് ഹദീസ് കാണാം. ഈ ഹദീസും അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസും യൂദർ ബിനു ആദം എന്ന് പറഞ്ഞ ഹദീസൊക്കെ ആവശ്യമില്ലാതെ കെട്ടിടങ്ങൾ വലുതാക്കി ഉണ്ടാക്കുന്നുണ്ട്. അവിടേക്കാണ് ഈ ഹദീസ് വെക്കേണ്ടത്. അല്ലാതെ ഇത്ലാഖ് നിലക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കലും വലുതാക്കലും കറാത്ത് എന്ന് പറയാൻ പറ്റൂല. വഅഖറജ ബിൻ അബി ദുനിയ അൻ അമ്മാർ ബിൻ അബി അമ്മാർ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു അബി ദുനിയ പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല, അമ്മാർ എന്നവർ പറയുന്നു, ഇദാ റഫഅ റജുലു, ഒരാളെങ്ങാനും ഉയർത്തിയാൽ ബിനാഹു, അവന്റെ കെട്ടിടത്തെ ഫൗക സബ്അത്തി അദ്റഇൻ, 7 മുഴത്തിനേക്കാൾ അധികമായി കെട്ടിടം ഉയർത്തിപ്പൊക്കിയാൽ നൂദിയ, അവന് വിളിക്കപ്പെടുന്നതാണ്, യാ അഫ്സഖൽ ഫാസിഖീന ഇലാ ഐല എന്ന് വിളിക്കപ്പെടും. തമ്മാടി കൂട്ടങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തമ്മാടിയായവനെ, എവിടെയാണ് അവൻ എന്ന് നാളെ മഹ്ശറാ ലോകത്ത് വിളിക്കപ്പെടുന്നുണ്ട്. ഈ ഹദീസ് ഒന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ എന്താണ്? സ്വന്തം അഭിപ്രായം പറയുന്ന ഒന്നല്ല, ഇതൊക്കെ നബിയുടെ വചനമാണ്. ഓ മിസ്ലുഹു ലാ യുഖാലു മിൻ ഖിബലി റഅയി, സ്വന്തം അഭിപ്രായ പ്രകാരം ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതുപോലെ ഇല്ല. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ളത് എന്താണ്? അനാവശ്യമായ വീടുകൾ, അനാവശ്യമായ കെട്ടിടങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കൽ കറാത്താണ്, തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് പറഞ്ഞതെന്തിനാണ്? അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ എന്നർത്ഥം. വഖ്തസറാബിൽ ജവാബി അല അമാറത്തൈനി മഅ ശുമൂലി സുആലി ലിഅക്സറ, അന്ത്യനാളിന്റെ അടയാളത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ 2 അടയാളം പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ മറുപടി ഒതുക്കിയത്. ചോദ്യമാണെങ്കിലോ ഒരുപാട് അടയാളങ്ങൾ ഉൾപ്പെടുന്ന വിധത്തിലാണ് ചോദ്യമുള്ളത്. ആ അടയാളം മുഴുവനും പറയാതെ 2 അടയാളം പറഞ്ഞുകൊണ്ട് മറുപടി ഒതുക്കി നബി തങ്ങൾ. അമാറാത്തിൻ ഉഹറ, എത്രയോ വേറെ അടയാളങ്ങളും അന്ത്യനാളിനുണ്ട്. ചെറുതായിട്ടുമുണ്ട്, വലുതായിട്ടുമുണ്ട്. എന്നിരിക്കെ 2 മറുപടി പറഞ്ഞുകൊണ്ട് നബി ചുരുക്കിയതാണ് പറയുന്നത്. ചെറുതും വലുതുമായ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഏതൊക്കെയാ? ദജ്ജാൽ, അനറബ്ബുക്കുമുൽ അഅ്ല എന്ന് വാദിക്കുന്ന ദജ്ജാല്, വൽ മഹ്ദി, നീതിമാനായിരിക്കുന്ന ഭരണാധിപനായ 3ാമത്തെ മുസ്ലിം ഭരണാധിപൻ, വഈസ സല്ലല്ലാഹു അലാ നബിയിന അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ശരീഅത്ത് അപ്പടി ഇവിടെ നടപ്പാക്കുവാൻ വേണ്ടി വന്ന ഈസാ നബി അലൈഹിസ്സലാം, വയഅജൂജ് മഅജൂജ്, 2 മലകൾക്കിടയിൽ ദുൽഖർനയുടെ കാലഘട്ടത്തിൽ ഈയങ്ങളും ചെമ്പുകളും ഇരുമ്പുകളും ഒരുക്കി വാർത്ത് കെട്ടിടപ്പെട്ടതായ
രണ്ട് ഗോത്രക്കാരായ യജൂജ് മൗജൂജ്, ദാബത്തുല്ലറള്, സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഉദിക്കുക, ഹറജ് കൊലകൾ അധികരിക്കുക, ഫൈദുൽ മാലി സ്വത്തുക്കൾ നല്ലോണം ഉണ്ടാവുക, ഒരാളും സ്വീകരിക്കാൻ കഴിയാത്ത ആർക്കും വേണ്ടാത്ത വിധം സ്വത്ത് അധികരിക്കുക, സ്വർണത്തിനാലുള്ള ഒരു മല വരും, സ്വർണമലയാൽ ഉണ്ടായതുകൊണ്ട് നൈലതിയിലെ വെള്ളം വറ്റിപ്പോവുക, വൈദാലിക്ക ഇതല്ലാതെ എത്രയോ അടയാളങ്ങൾ പോലെ കുത്തുബം മുദവ്വന ഒരുപാട് കിതാബുകൾ അന്ത്യനാളിന്റെ അടയാളങ്ങളെ പറ്റി എണ്ണിപ്പറയുന്നതിൽ ഉലമാക്കൾ രചിച്ചതിൽ നിന്ന് ഒരുപാട് കാണാം. എന്നിരിക്കെ ഇതൊന്നും പറയാതെ മുത്തുനബി തങ്ങൾ രണ്ടടയാളം, അതായത് അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക, സാധുക്കളായ ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഈ രണ്ടു കാര്യം പറഞ്ഞു നിർത്തി. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ സന്നിഹിതരായ ആളുകളെയും ഇനി വരാനിരിക്കുന്ന ആളുകളെയും ഈ രണ്ടു കാര്യത്തെ തൊട്ട് പേടിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നബി തങ്ങൾ അത് രണ്ടും പറഞ്ഞു നിർത്തിയത്. എന്തുകൊണ്ട്? അന്നത്തെ സന്ദർഭം തേടുന്നത് അതാണ്. ഇന്നും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും കെട്ടിടങ്ങളെ കൊണ്ട് നിറക്കുകയാണ്. കാരണം ഇത് അവരിൽ നിന്ന് ഈ രണ്ടു കാര്യം ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗപ്പെടുന്ന ആൾ ഉണ്ടായേക്കാം. അപ്പൊ അനുഭവ അതിനെ തൊട്ടെന്ത് ചെയ്തു? നബി തങ്ങൾ തടഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. ഇനി വൈകൊല്ല നമ്മൾ പറഞ്ഞു, ഇന്ന അമാറത്തൻ ഒരു വസ്തുവിനെ അന്ത്യനാളിന്റെ അടയാളമാക്കല് ലായക്കുത്തമി റമ്മഹു ആ വസ്തുവിനെ കുറ്റപ്പെടുത്തുന്നത് തേടുന്നില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞാലും സംഗതി ഇങ്ങനെയാണുള്ളത്. ഈ അന്നമായനാഹു എന്താ കാരണം? അതിന്റെ അർത്ഥം കമാഹുവ ലാഹിറുൻ അത് ലാഹിറായതുപോലെ അന്നുലായസ്തൽജിമുഹു അതെന്താക്കൂല, ദമ്മിനെ അത് നിർബന്ധമാക്കി തരൂല. വയില്ല ദമ്മിനെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് എണ്ണുമ്പോൾ ദമ്മിനെ അത് ലാജിമാക്കുന്നത് വന്നാൽ വൽ വാലിബു അന്നഹു ദമ്മുല്ലഹു പിന്നെ അധികവും അത് ദമ്മ് ചെയ്യാനുള്ളതായിട്ട് വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായി മോശമായതൊക്കെ ഉള്ളൂ, എല്ലാ അടയാളങ്ങളും മോശമാണ് എന്നതിനർത്ഥമില്ല. അങ്ങനെ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, അന്ത്യനാളിന്റെ അടയാളം ഇതെല്ലാം മറുപടി കൊടുത്തു കഴിഞ്ഞു. സുമ്മന്തലക്ക പിന്നീട് അദ്ദേഹം പോയി. അദ്ദേഹം എന്ന് പറയുമ്പോൾ ആരാണ്? ഐ ജിബ്രീലു. ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പോയി. ഫലബിസ ജമനം മരിയ അങ്ങനെ കുറെ സമയം എന്തായി താമസിച്ചു. ജമനം ലബിസാന താമസിച്ചിട്ടാണ് സമരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളെന്തായി മിണ്ടാതെ നിന്നു എന്നർത്ഥം. ഒന്നും മിണ്ടിയില്ല കുറെ സമയം. മലിയൻ ഐ കസീർ എന്നതിനർത്ഥം. അപ്പൊ അധിക സമയം നബി തങ്ങൾ മിണ്ടാതിരുന്നു. വലിയ എന്നുള്ളത് മിനൽ മൽവാൻ എന്ന് പോകുന്നതാണ്. ലൈലി നഹാർ എന്നതിനർത്ഥം രാവും പകയുമായി കുറെ സമയം മിണ്ടാതിരുന്നു. അമ്മൽ മഹ്മൂസു അപ്പൊ മലിയൻ എന്ന് വന്നാൽ മലാഅത്ത് എന്നുള്ളതാണ്. മലാഅത്ത് അല്ല മിലാഅത്ത് എന്ന് പറഞ്ഞാൽ യസാർ കഴിവിനർത്ഥമുണ്ട്. അപ്പൊ മലിയൻ എന്ന് വായിച്ചാൽ കഴിവുള്ള ആളെന്നാണ്. മലിയൻ എന്ന് വായിച്ചാൽ കസീർ എന്നർത്ഥം. റിവായത്തിൽ ഒരു റിപ്പോർട്ടിൽ കാണാം ഫലബിസ്തു ഇഖ്ബാർ അൻ നഫ്സിഹി സ്വന്തം നഫ്സിനെ തൊട്ട് വർത്തമാനം പറഞ്ഞായിട്ട് കാണാം ഫലബിസ്തു ഞാൻ താമസിച്ചു. വബയ്യനത്ത് റിവായത്തു അബീ ദാവൂദ തുർമദി വഗൈരിഹിമ ഇമാം അബൂ ദാവൂദ് തങ്ങൾ, തുർമദി ഇമാം ഇവരല്ലാത്ത മറ്റു ഇമാമികൾ റളിയല്ലാഹു അൻഹു അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി തരുന്നു അന്നഹു ലബിസ സലാസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം താമസിച്ചു എന്ന് കാണാം. മറുപടിയിലൊക്കെ 3 ദിവസം. ലാഹിറുഹു ആ പറഞ്ഞ ലാഹിർ അന്നഹ സലാസ് ചെയ്യാൻ അത് 3 രാത്രികളാണ് എന്ന് മനസ്സിലാക്കാം. ഫഖദിയുനാബി അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഹദീസിനോട് ചിലപ്പോൾ എതിരാകും. ഖബർ അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസ് റജുൽ പുറകോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു റുദ്ദൂഹു നിങ്ങൾ അവരെ മടക്കി വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഖദുലി റുദ്ദൂഹു
അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി സ്വഹാബാക്കൾ ഒരുങ്ങി. ഫലം യറൗ ഷൈഅൻ, അങ്ങനെ ഒന്നും അവരെന്തായിട്ടില്ല, അവിടെ കണ്ടതുമില്ല. അപ്പൊ അവരൊന്നും കണ്ടില്ല. ഫഖാല, അങ്ങനെ ഒന്നും അവർ കാണാതിരിക്കെ വന്നപ്പോ ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഹാദാ ജിബ്രീൽ, അത് ജിബ്രീലാട്ടോ, അത് ജിബ്രീലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് നോക്കുമ്പോ മുമ്പത്തെ ഹദീസിനോട് എതിര് കാണുന്നുണ്ട് അല്ലെ, എതിരുണ്ട്. അപ്പൊ ഉജീബ, അതിന് മറുപടി ബി അന്നഹു യഹ്തമിലു, സാധ്യമാകാം, അന്ന ഉമറ, നിശ്ചയമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ലം യഹ്ദുർ ഖൗലു ഹാദാ, ഈ പറഞ്ഞ ഖൗല് ഉമർ റളിയല്ലാഹു അൻഹു ഹാജരായിട്ടില്ല എന്ന് വെക്കാം. ബൽ, എങ്കിലും കാന ഖദ് ഖാമ, നിശ്ചയമായിട്ടും എന്തായി ഉമർ റളിയല്ലാഹു അൻഹു നിന്നു. അപ്പോ ഖിബറ ബിഹി ബഅദ സലാസിൻ, 3 ദിവസം കഴിഞ്ഞിട്ട് ഈ കാര്യം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്തായി വിവരം നൽകപ്പെട്ടു. ഉമർ എണീറ്റ് പോയി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് എന്തായി, ഈ വിവരം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടു എന്നും ആവാം. ആ മുനാഫിക്കുകളെതിരെ അങ്ങനെയാണ്. സുമ്മ ഖാല, പിന്നീട് നബി തങ്ങൾ ചോദിച്ചു, യാ ഉമറു, ഉമറേ, അതദ്രി മനിസ്സായിരു, ആരാണ് ഈ ചോദ്യകർത്താവെന്ന് താങ്കൾക്കറിയുമോ എന്ന് ചോദിച്ചത്. ഈ ചോദ്യത്തിലും മറുപടിയിലൊക്കെ ഉണ്ട് എന്ത്, നദബു തൻബീഹിൽ മുഅല്ലിമി തലാമിദതുഹു, ഒരു അധ്യാപകൻ തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെ ഉണർത്തൽ സുന്നത്താണ്. നമ്മൾ ഉണർത്തിയാലോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ. വൽ കബീരി മൻ ദൂനഹും, അതുപോലെ തന്നെ വലിയവർ അവരുടെ താഴെയുള്ള ആളുകളെയും ഉണർത്താം, അത് സുന്നത്താണ്. ഈ ഹദീസിലുണ്ട്. അലാ ഫവായിദിൽ ഇൽമി വഗറായിബിൽ വഖായി, സംഭവങ്ങളിലെ അത്ഭുതങ്ങള്, ഇൽമിന്റെ ഫലങ്ങൾ എന്നിവയുടെ മേൽ ഉണർത്താം. ത്വലബല്ലി നഫ്ഇഹിം, അവർക്കുള്ള ഉപകാരത്തെ തേടിയതിനു വേണ്ടി. അപ്പൊ മസീദി ഫായിദത്തിയും തയഖുലിഹിം, അവരുടെ ഉണർവ്, അവർക്കുള്ള ഫായിദ ഒക്കെ കൂടുതലാവാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണർത്താം. മുഅല്ലിമിനും പറ്റും, ഉന്നതന്മാരായ ആളുകൾക്കും പറ്റും എന്നീ ഹദീസുകൊണ്ട് കിട്ടും, സുന്നത്താണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ അതദ്രി മനിസ്സായിൽ എന്ന് ചോദിച്ചപ്പോ ഖുൽതു, ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറഞ്ഞു. ഫീഹി, ഈ പറഞ്ഞ വാക്കിലുണ്ട് ഹസനു മാ കാന അലൈഹി സ്വഹാബത്തു റിദ്വാനുല്ലാഹി തആല അൻഹും, മഹാനായ സ്വഹാബാക്കൾ ഏതൊന്നിന്റെ മേലായിരുന്നോ ആ ഒരു സംഗതി നല്ലതാണെന്ന് അറിയിക്കുന്നതിലുണ്ട്. അതെന്തിനാലാണ്, മിൻ മസീദിൽ അദബി മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളോട് കൂടെയുള്ള ആ ഒരു മര്യാദ കൂടുതൽ അറിയിക്കുന്നുണ്ട്. ബിറദ്ദിൽ ഇൽമി ഇലല്ലാഹി വ ഇലൈഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണല്ലോ ഇൽമിനെ മടക്കി ഒരു പറഞ്ഞത്. അത് നല്ലൊരു ചിട്ടയും നല്ലൊരു മര്യാദയുമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും എന്നർത്ഥം. അതും ഈ ഹദീസിൽ പഠനമാണ്. ഖാല, അപ്പോ നബി തങ്ങൾ ഇത് കൊടുത്ത മറുപടി ഹാദാ ജിബ്രീലു, ഈ വന്നാള് ജിബ്രീലാണ്, മനസ്സിലായോ എന്ന് പറഞ്ഞു കൊടുത്തു. ഇസ്മുൻ അഅ്ജമിയുൻ സുരിയാനിയുൻ, സുരിയാനി ഭാഷയിലുള്ള അനർബി ഭാഷയായ പേരാണ് ജിബ്രീലു. അപ്പൊ ജിബ്രീൽ അർത്ഥം എന്താണ്? ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, മഅനാഹു, ജിബ്രീലു എന്നതിന്റെ അർത്ഥം അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ എന്ന് പറയപ്പെട്ടു. അപ്പോ ഇഹ്തജ്ജത്ത് ബിൽ ഉലൂലിയ്യത്തു വൽ ഇത്തിഹാദിയ്യത്തു, അല്ലാഹു തആല എവിടെ ഇറങ്ങി? ഈ വ്യക്തിയിൽ ഇറങ്ങി. അപ്പോ ഒന്നാണ്, രണ്ടും ഒന്നാണ്, രണ്ടും രണ്ടല്ല, ഈ ദാത്തിൽ ഇറങ്ങി എന്ന് പറയാം. അങ്ങനെ ഉലൂലിയത്തും ഇത്തിഹാദിയത്തും വാദിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ഹദീസ് കൊണ്ട് തെളിവാക്കി. ലഅനഹുമുല്ലാഹു തആല, അല്ലാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹു തആല അവരെ ശപിക്കട്ടെ. അല്ലാഹു തആല ഒരു ദാത്തിന്റെ മേൽ ഇറങ്ങുന്നതല്ല, അല്ലാഹു തആല ദാത്തുമായി ഒന്നായി ചേരുന്നതുമല്ല. അതാണ് ദൈവ അവതാരം എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാർ പറയാറുള്ളത്. അവർ തെളിവാക്കി അലാ മദ്ഹബിഹിൽ ബാത്തിൽ, അവരുടെ നിരർത്ഥകമായ ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരു മദ്ഹബുണ്ട്, ബാത്തിലായ മദ്ഹബ്. അതിന്റെ മേൽ ഇത് പിടിച്ചിട്ട് അവർ തെളിവാക്കി പറഞ്ഞു. എന്താ ഐസ്യത്തിൽ കൂടെ? മിൻ ജിഗത്തി അന്നഹു റൂഹാനിയുൻ,
അത് റൂഹാനിയാണ് എന്ന് പറഞ്ഞു. അല്ലാഹ് റൂഹാനിയാണ്. വഖദ് ഖലഅ സൂറത്തുർ റൂഹാനിയ, എത്തരത്തിൽ റൂഹാനിയായിരിക്കുന്ന രൂപം ഊരിക്കളഞ്ഞു പോയി. എന്നിട്ട് വലഹറ ബിമദ്ഹറിൽ ബസരിയ, ഒരു മനുഷ്യർ പ്രകടമാകുന്ന രീതിയിൽ മനുഷ്യകോലത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊരു വാദമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർ ഈ വാദം ഉലൂഹിയത്തും ഇത്തിഹാദും വാദിക്കുന്ന ആൾക്കാർ വാദിച്ചത്. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹാണ്. ആ റൂഹാനിയത്ത് പോയിട്ട് മനുഷ്യകോലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന വാദം, ഇത് ഇത്തിഹാദും ഉലൂഹിയത്തും വാദിക്കുന്ന ആൾ പറയുന്ന ഒന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയാണോ? അല്ല. ഫകാന യദ്ഹറു ഫീ സൂറത്തി ദഹിയ, സ്വഹാബാക്കളെ കൂട്ടത്തിൽ നല്ല അഴകുള്ള സുന്ദരനായ ദഹിയത്തുൽ കലബ്, ആ ദഹിയത്ത് എന്ന് പറയുന്ന മഹാന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നു. എന്നിട്ട് യഅലമുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കൻ, അങ്ങനെ ആ വരുന്ന ആളെ കുറിച്ച് അത് മലക്കായ വിധങ്ങൾ അറിയാറുമുണ്ടായിരുന്നു. വന്നാസു ഹൗലഹു യതഖിദൂനഹു ബസറ, സ്വഹാബാക്കളൊക്കെ നബിയുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അപ്പൊ അവരൊക്കെ വിശ്വസിക്കുക ഇത് മലക്കല്ല മനുഷ്യനാണെന്നും വിശ്വസിക്കുന്നു. നബിക്കത് മലക്കാണെന്നും അറിയാനും പറ്റും. അപ്പൊ ഈ രൂപത്തിൽ വന്നതുകൊണ്ട് അത് ജിബ്രീൽ അല്ലാതിരിക്കൂല, മലക്കല്ലാതിരിക്കൂല. അതായത് ഐ വലം യറഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടേയില്ല. അലാ സൂറത്തിൽ അസ്ലിയ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ അടിസ്ഥാന രൂപം എന്താണോ ആ അടിസ്ഥാന രൂപത്തിൽ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടേയില്ല. ഇല്ലാ മറത്തേനി, 2 തവണയാണത്. 2 വട്ടം നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാക്ഷാരൂപത്തിൽ കാണുകയുണ്ടായി. അല്ലാത്ത എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യരൂപത്തിൽ ദഹിയത്ത് ബിൻ കൽബിന്റെ രൂപത്തിലായത് കണ്ടിരുന്നത്. അപ്പൊ ദഹിയത്ത് എന്നവരുടെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇത്തിഹാദും ഉലൂലും വാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാലോ, എന്നിട്ട് അവര് പറയുന്നു ഫൈദാ ഖദറ അലാ ദാലിക, ഈ പറയുന്ന ദഹിയത്ത് എന്ന് പറയുന്ന മഹാന്റെ പേരിൽ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യക്ഷപ്പെടാൻ കഴിവുണ്ടെങ്കിൽ വഹു മഖ്ലൂഖുൻ, എത്തരത്തിൽ അത് മഖ്ലൂഖല്ലേ? അപ്പോ ആരായി? ജിബ്രീൽ മഖ്ലൂഖാണ്, അത് അല്ലാഹല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്ദറു അലൽ ളുഹൂരി ഫീ സൂറത്തിൽ വുജൂദിൽ കുല്ലിയ വബഅല, മൊത്തത്തിൽ ഇവിടെ ഉള്ളതായിരിക്കുന്ന ഒരു സൃഷ്ടിയുടെ എല്ലാ രൂപത്തിലും അല്ലെങ്കിൽ അല്പഭാഗ രൂപത്തിലോ വെളിപ്പെടുന്നതിന് അല്ലാഹു തആല കഴിയുമല്ലോ എന്നാണ് ഇവരുടെ വാദം. ഖാലു, അവര് പറയുന്നു വയദുല്ലുഹു നുസൂസു ദാല്ലത്തു അലാ അന്നഹു യറാ വലാ യുറാ ഫമാ ദാക ഇല്ലാ ലിഅന്നഹു മാഹിയത്തുൽ ലതീഫത്തുൻ. ഇത്തിഹാദും ഉലൂലിയത്തും വാദിക്കുന്ന ആളുകൾ പറയുന്നു ദഹിയത്തിന്റെ രൂപത്തിൽ വരാറുണ്ടെങ്കിൽ അതിന് കഴിവുണ്ട് എങ്കിൽ അത് മഖ്ലൂഖല്ലേ? മഖ്ലൂഖാണ്. അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആലക്ക് എന്ത് ചെയ്യാം? പരിപൂർണമായിട്ട് ഒരു ദാത്തിലൂടെ വെളിപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ പരിപൂർണം വേണ്ട, ഇങ്ങനെയൊക്കെ വെളിപ്പെടാം എന്നുള്ളത് പറയാ. നെസ്സുകളൊക്കെ അറിയിക്കുന്ന നെസ്സുകൾ എന്താ? അല്ല കാണുന്നു, അല്ലാഹനെ കാണപ്പെടുന്നില്ല. അല്ല കാണുന്നു, അല്ലാഹനെ കാണപ്പെടുന്നില്ല എന്നതിനെ അറിയിക്കുന്ന നെസ്സുകളൊക്കെ ഈ പറയുന്ന ദലീലാകുമല്ലോ. അതെന്തുകൊണ്ടാണ്? കാണാൻ പറ്റാത്ത ലഘുവായ ഒരു മാഹിയത്തായതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. ജവാബുഹു, അതിനുള്ള മറുപടി അന്നൽ ബുർഹാന, നിശ്ചയമായിട്ടും തെളിവ്, ഖാതിഉൻ, അത് ഉറപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ബിസ്തിഹാലത്തിൽ ഹുലൂലി വൽ ഇത്തിഹാദി അലൈഹി, അല്ലാഹു തആലാന്റെ മേലിൽ ഹുലൂലും ഇത്തിഹാദും മുഹാലാണ്. സുബ്ഹാനഹു വ തആല മാ യഖൂലുൽ ളാലിമൂന വൽ ജാഹിദൂന ഉലൂവൻ കബീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമകാരികളും നിഷേധികളും പറയുന്ന കാര്യത്തെ തൊട്ട് വളരെ മേലെയായിട്ടുണ്ട്. അല്ലാഹു തആല അതിനൊക്കെ തൊട്ട് പരിശുദ്ധനാണല്ല. എന്നിരിക്കെ അല്ലാഹുവിന്റെ മേൽ ഇത്തിഹാദും ഹുലൂലും മുഹാലാണ്, അസംഭവ്യമാണ് എന്നാണ് തെളിവ്. അപ്പൊ ഹദീസുകൾ പരതുമ്പോൾ അതിന് എതിരായി തേടി വരുന്ന പോലെ ലാഹിറുകൾ ഉണ്ടാവും. ആ ലാഹിറിലേക്ക് നോക്കാൻ പാടില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പല രൂപത്തിൽ വരുന്നുണ്ട് എങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയാ, അത് ശരിയല്ല. എന്തോടുകൂടെ അലാ അന്നഹു ലാ ദലാലത ലഹു ഫീ ദാലിക, ഈ ഹദീസിൽ എന്താണ്? അവർക്ക് ദലീലില്ല. ആ ദലീലില്ല എന്നതിന്റെ പേരിൽ എന്താണ്?
അവർക്ക് ഈ ഹദീസിന് ദലീലേ ഇല്ല. എന്നിരിക്കെ ദലീലാക്കുക അർത്ഥമല്ല. എന്താ കാരണം? വിഷയമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം പ്രകാശമുള്ള തടിയാണ്. അത് വളരെ പ്രകാശം എങ്ങനെയാണോ അവ കാണാൻ പറ്റാൻ കഴിയാത്ത വിധത്തിൽ കട്ടി കുറഞ്ഞ അങ്ങേയറ്റത്തിലുള്ള തടിയുള്ളത് പ്രകാശത്തടിയാണ് ജിബ്രീൽ. അപ്പോ അങ്ങനെയുള്ളൊരു തടി അത് രൂപാന്തരപ്പെടുവാൻ സിദ്ധിച്ചു. പല രൂപത്തിലും വരാം. അതിന്റെ സാക്ഷാരൂപം മാറി മറ്റു രൂപത്തിലേക്ക് മാറി വരാം. വല്ലാഹു സുബ്ഹാനഹു വ തആല മുനസ്സഹുൻ അനിൽ ജിസ്മിയ്യത്തി വസായിർ ലവാസിമിഹാ കമാ മറ. അല്ലാഹു തആലാക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തടിയാണ് അല്ലാഹ്. അതുപോലുള്ള എന്തെല്ലാം ഇരുന്നുണ്ടോ അങ്ങനെയാണ് അല്ലാഹ്. അതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ടവനായിരിക്കെ ഒരു ഘട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറും അല്ലാഹു തആല ഇല്ല. അതിന്റെ തടി അങ്ങനെയല്ല അള്ളാന്റെത്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ അല്ലാഹു തആല പ്രത്യക്ഷപ്പെട്ടു എന്നും അവിടെ ഇറങ്ങിയെന്നും ജിബ്രീലും അള്ളയാണ്, അള്ളയും ജിബ്രീലും ഒന്നാണെന്നുള്ള വാദം ശരിയല്ല. അത് അപകടമാണ്, ശരിയല്ല. അല്ലാഹു തആല കാണുന്നുണ്ട്, അള്ളാനെ കാണപ്പെടൂല എന്നുള്ളത്. അല്ലെങ്കിൽ അല്ലാഹു തആല നമ്മളിലേക്ക് ഏറ്റവും അടുത്തവരാണ്. പിന്നെ അബിനിൽ വരീദ്, നമ്മുടെ കഴുത്തിൽ കെട്ടിയതാ നമ്മുടെ നരമ്പുണ്ടല്ലോ, കഴുത്തിൽ വന്ന നരമ്പ്, ആ നരമ്പിനേക്കാൾ അടുത്തുകൊണ്ടാണ് എന്നതാവുക. അല്ലെങ്കിൽ മുസല്ലി നിസ്കരിക്കുന്നവന്റെ ഖിബിലക്കും ഇടയിലാണ് അല്ലാഹ് എന്നതൊക്കെ ലാ ദലീല ഫീഹി, ഈ പറഞ്ഞതിൽ ലക്ഷ്യമില്ല. അലാ കൗനിഹി മാഹിയത്തൻ ബിവജ്ഹിൻ, ഏതെങ്കിലും ഒരു മാഹിയത്ത് അല്ലാഹു തആലാക്ക് ഉണ്ട് എന്നതിന്റെ ദലീലുണ്ടോ? ഇല്ല. കാരണം ഇതിൽ ഖുർബു വൽ ബയ്യിനതു വൽ ബൈനിയതു ഫീ ദാലിക, ഹദീസിൽ പറഞ്ഞതായ അടുപ്പം അതുപോലെ തന്നെ ഇട എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിസ്സിയല്ല. പിന്നെന്താണ്? അമ്രു മാനവി, അത് മാനവിയായിരിക്കുന്ന ഒരു കാര്യമാണ്. ആ മാനവിയായ കാര്യം പ്രത്യക്ഷപ്പെടുമോ? ഇല്ല. ലാ ഹിസ്സിയുൻ, അത് ഹിസ്സിയല്ല. കമാ ദല്ലത്ത് അലൈഹി നുസൂസു അൽ ഖത്ഇയ്യത്തു സംഇയ്യ വൽ ബറാഹിനുൽ അഖ്ലിയ, അഖ്ലിപരമായിരിക്കുന്ന അഖ്ലിയായ ദലീലുകൾ അതുപോലെ തന്നെ നഖ്ലിയായ ഉറപ്പുള്ള നസ്സുകൾ അതൊക്കെ അറിയിച്ചു തരുന്നതാണ്. ഈ ബൈനിയത്തും അതുപോലെ തന്നെ ഖുർബൊക്കെ മാനവിയാണ്, ഹിസ്സിയല്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് ഇത്തിഹാദും ഹുലൂലുമാണെന്ന് വളരെ ശരിയാണോ? അല്ല. ജിബ്രീൽ വേറെ, അല്ലാഹ് വേറെയാണ്. വലാഹിർ റിവായത്തുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ലാഹിർ എന്താ?